ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലി ഓൾമോസ്റ്റ് കുറച്ച് തുള്ളി ബാക്കിയുടെ ചുള്ളാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഹസ്ബൻഡിന് വറുത്തിട്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ഹസ്ബൻഡ് മോനും കൂടി പോയിട്ട് ബീഫ് വാങ്ങിക്കൊള്ളുന്നു. അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബീഫ് ബിരിയാണിയും കുറച്ച് ബീഫ് ഫ്രൈയും ആക്കണം എന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ബീഫ് കേട്ടോ, കൊട്ടൊന്നും ഇല്ലാതെ ഇറച്ചി മാത്രമുള്ള ബീഫാണ് വാങ്ങിയത്. അങ്ങനെ ഞാൻ ബീഫിൻ്റെ പരിപാടിയിലേക്ക് ബീഫെല്ലാം മസാലപ്പൊടികളിലേക്ക് ഇട്ട് പരക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബീഫ് ബിരിയാണി ആക്കുമ്പോൾ എല്ലാ ഐറ്റംസും കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ ഫുള്ളും ബാക്കി 2 വിസിൽ നന്നായിട്ട് കുറച്ചിട്ടും 3 വിസിൽ ടോട്ടലാക്കിയത്. അങ്ങനെ ഞാൻ കുറച്ചെടുത്തിട്ട് ഫ്രൈയും ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തെടുക്കുന്നത് നന്നായിട്ട് വെന്ത് കുക്കറിൽ വേവിച്ച ശേഷമാണ് ഫ്രൈ ചെയ്തത്. അപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് എൻ്റെ കുട്ടികളും ഹസ്ബൻഡും. അങ്ങനെ അവരൊക്കെ തിന്നില്ല. അങ്ങനെ വേകുന്നതിനനുസരിച്ച് ഇവർ തിന്നിട്ട് അങ്ങനെ എരിവൊക്കെ കുറച്ചതുകൊണ്ട് മോൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു കോഫിയും കുടിച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു കേട്ടോ. എൻ്റെ ബിരിയാണിയുടെ പരിപാടി അങ്ങനെ മസാല ഓൾമോസ്റ്റ് ആയി, ചോറൊക്കെ ആയി കേട്ടോ. പിന്നെ ഞാനെൻ്റെ മോളും കൂടിയിട്ട് ഹസ്ബൻഡിന് സർപ്രൈസായിട്ട് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. ഞാനെൻ്റെ മോളും കൂടി അങ്ങനെ ഞാനെൻ്റെ മോളും കൂടിയിട്ട് അവിടത്തേക്ക് പോയി നമ്മളൊരു അയൽവാസി ചേച്ചിയാണ് കേക്ക് ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ അവരോട് കേക്കും വാങ്ങി എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാണ്ടെന്ന് പോയി. വന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ കേക്കൊക്കെ അതായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് വന്ന സമയത്ത് സർപ്രൈസായിട്ട് കേക്കും കൂടി പോകുന്നതാണ് ഇത് കാണുന്നത് ഗൈസ്. അങ്ങനെ ഹസ്ബൻഡ് ചെറിയൊരു ഗിഫ്റ്റ് മോനെ നമ്മൾ പീടി പോയപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ചെറിയൊരു പാക്ക് ഗിഫ്റ്റ് വാങ്ങി. ചോക്ലേറ്റ്സാണ്. അങ്ങനെ മക്കൾക്കെല്ലാം ആ ചോക്ലേറ്റ് മക്കൾക്കെല്ലാം എടുത്ത് അവിടെ നിന്ന് കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ചോക്ലേറ്റ്സൊക്കെ കൊടുത്ത് ഫില്ലാക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് അവിടെ ചെറിയ കേക്കാട്ടോ. ഹസ്ബൻഡ് ഷുഗർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ കേക്കാണ് വാങ്ങുന്നത്. അങ്ങനെ ചെറിയ കേക്ക് വാങ്ങി അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് തന്നു. പിന്നെ കുട്ടികൾക്കെല്ലാം ഓരോരോ പീസ് കൊടുത്തു. ഞാനും അങ്ങോട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുന്നത്തെ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാനും ഹസ്ബൻഡിൻ്റെ അടുത്ത് ദുബൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ആഘോഷിച്ചത്. ഇതൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഈ ദുബൈയിലുള്ളവർക്കും ബർത്ത്ഡേക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ വരുന്നതിന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ ബർത്ത്ഡേക്ക് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്ക് കൊടുത്തു, കുട്ടികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. അപ്പോൾ അത്രയിലും ബാക്കി കേക്ക് അവിടെ എല്ലാവർക്കും പീസ്